ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് 2026 തുടക്കം തന്നെ ഒരുപാട് ഐശ്വര്യത്തോടു കൂടിയാണ് നമുക്ക് തുടങ്ങിയത്. സൗഭാഗ്യപ്രദോഷം, പൗർണമിയും വെള്ളിയാഴ്ചയും, തിരുവാതിര നക്ഷത്രം, അതേപോലെ നാളെ ഞായറാഴ്ച രവി പുഷ്യ യോഗവും ത്രിപുഷ്കര യോഗവും സർവാർത്ഥ സിദ്ധി യോഗവും എല്ലാം കൂടി ഒന്നിച്ചുള്ള വളരെയധികം അത്ഭുതകരമായ ഒരു ദിവസമാണ്. വർഷത്തിൻ്റെ ഒരു തുടക്കം തന്നെ നമുക്കിങ്ങനെ കിട്ടുന്നത് വർഷം മുഴുവൻ ഐശ്വര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും. എന്താണ് രവി പുഷ്യ യോഗം? നിങ്ങളൊക്കെ ഗുരുപുഷ്യ യോഗം എന്ന് കേട്ടിട്ടുണ്ടാകും. അതായത് വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും ഒന്നിച്ചു വരുന്നതിനെയാണ് നമ്മൾ ഗുരുപുഷ്യ യോഗം എന്ന് പറയുന്നത്. രവി പുഷ്യ യോഗം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയും പൂയം നക്ഷത്രവും ഒന്നിച്ചു വരുന്നതിനെയാണ് നമ്മൾ രവി പുഷ്യ യോഗം എന്ന് പറയുന്നത്. സോ ജനുവരി 4 ഞായറാഴ്ച രവി പുഷ്യ യോഗമാണ്. അതായത് പൂയം നക്ഷത്രം അന്നത്തെ ദിവസം ആരംഭിക്കുന്നത് ഉച്ചകഴിഞ്ഞ് 3:15 കൂടിയിട്ടാണ്. പക്ഷേ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പൂയം നക്ഷത്രം വന്നിട്ടുള്ളത് കൊണ്ട് ആ ദിവസം വേണം നമ്മൾ സാധാരണ പൂയം നക്ഷത്രത്തിൽ ചെയ്യുന്ന എല്ലാ വഴിപാടുകളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം തിങ്കളാഴ്ചയും പൂയം നക്ഷത്രം ഉള്ളതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയും ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ ചില പ്രത്യേക ആഴ്ചകൾ, നക്ഷത്രങ്ങൾ, തിഥികൾ ഇവയൊക്കെയായിട്ട് യോഗങ്ങൾ വരുമ്പം നമ്മൾ ആ ദിവസം പ്രയോജനപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൂയം നക്ഷത്ര ദിവസം വടക്ക് കിഴക്ക് നമ്മൾ കൊളുത്തുന്ന ദീപം, ശ്രീവസ്ത മഹാലക്ഷ്മി പൂയം നക്ഷത്ര പൂജ, മണി മാജിക് ഓയില്, ലക്ഷ്മി നാരായണ പൂജ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് നാളത്തെ ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന ഒരു റെമഡിയെങ്കിലും നിങ്ങൾ നാളെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഈ ഒരു ദിവസത്തെ നമ്മൾ മിസ് ചെയ്യരുത്. അതായത് രവി പുഷ്യ യോഗ ദിവസം സ്വർണം, വെള്ളി ഇവയൊക്കെ വാങ്ങാൻ വളരെയധികം ഉത്തമമായിട്ടുള്ള ദിവസമാണ്. അന്നത്തെ ദിവസം നമ്മൾ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവയ്ക്ക് 100% ഫലം ഉണ്ടാകും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇത് പറയപ്പെടുന്നത് മാത്രമല്ല, ആ സമയങ്ങളിൽ നിങ്ങളിതൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാവാൻ എല്ലാ മാസവും വരുന്ന പൂയം നക്ഷത്രത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നാളെ 3:17 ശേഷമാണ് പൂയം നക്ഷത്രം ആരംഭിക്കുന്നത്. പിറ്റേന്ന് തിങ്കളാഴ്ച, അതായത് ജനുവരി 5 ഉച്ച കഴിഞ്ഞ് 1:10 വരെയാണ് നമ്മൾക്ക് പൂയം നക്ഷത്രം ഉള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഞായറാഴ്ച വേണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്തൊരു ദീപം കൊളുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വടക്ക് കിഴക്ക് ഭാഗത്ത് വെറും നിലത്താണെങ്കിലും അവിടെ ഒരു മേശയുണ്ടെങ്കിലും മഞ്ഞൾ വെള്ളം കൊണ്ട് ആ ഭാഗമൊന്ന് തുടച്ച് 8 ഇതളുള്ള താമരപ്പൂവ് തന്നെ വരയ്ക്കണം. അത് വരച്ചിട്ട് അതിന് പുറത്ത് വെറ്റിലയോ വാഴയിലയോ ബ്രാസിൻ്റെ ഒരു ചെറിയ പ്ലേറ്റോ വെച്ച് വടക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു മൺവിളക്കോ ബ്രാസിൻ്റെ ചെറിയ വിളക്കോ വെച്ച് നെയ്യൊഴിച്ച് നമ്മൾ ദീപം കൊളുത്തണം. ദീപം കൊളുത്തിയതിന് ശേഷം ആ ദീപത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കുങ്കുമപ്പൂവും ഇടുക. കുങ്കുമപ്പൂവ് ഇല്ലായെങ്കിൽ മാത്രം നമ്മൾ കുങ്കുമം ഇടണം. മഞ്ഞൾപ്പൊടി വിഷ്ണു ഭഗവാനെയും കുങ്കുമപ്പൂവ് ലക്ഷ്മി ദേവിയെയും, അതായത് ഗുരു ശുക്ര യോഗത്തെയാണ് നമ്മളവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അതിന് മുൻപിലിരുന്ന് ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക എന്നുള്ളതാണ്. പിന്നെ മണി മാജിക് ഓയിലാണ്. അതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ ലിങ്ക് തരുന്നതാണ്. പിന്നെയുള്ളത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ശ്രീവസ്ത ലക്ഷ്മി പൂജയാണ്. അതിനും ആർക്കെങ്കിലും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ ഞാൻ തരാം. ഇനി അവസാനത്തേതെന്ന് പറയുന്നത് ലക്ഷ്മി നാരായണ പൂജയാണ്. ഇനി ലക്ഷ്മി നാരായണ പൂജ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യണം. ഇനി ലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നത് ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾ സാധാരണയായി നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന ആ ഭാഗം ഒന്ന് ക്ലീൻ ആക്കണം. ലക്ഷ്മി ദേവിയുടെയും
ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ഫോട്ടോയാണെങ്കിലും വിഗ്രഹം സെപ്പറേറ്റ് ആണെങ്കിലും അങ്ങനെയല്ല, വെങ്കടേശ്വര ലക്ഷ്മി ഫോട്ടോ അത് ഒന്നിച്ചുള്ളതാണെങ്കിലും അത് ഒന്നിച്ച് വെക്കുക. അത് വെക്കുന്നതിന് മുൻപ് ഈ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം മഞ്ഞൾ വെള്ളം കൊണ്ട് തുടച്ച് നമ്മളവിടെ ഒരു യെല്ലോ കളറിലെ ക്ലോത്ത് വിരിക്കണം. പൂയം നക്ഷത്രത്തിൽ നമ്മൾ കൂടുതലായിട്ടും യെല്ലോ കളറിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അതിന് പുറത്തായിട്ട് ഒന്നെങ്കിൽ പച്ചരിപ്പൊടി കൊണ്ട്, അതായത് അരിപ്പൊടി ഉണ്ടല്ലോ, മാക്കോലമായിട്ട് വരയ്ക്കാം. പച്ചരിപ്പൊടി കൊണ്ട് കൈകൊണ്ട് കോലം പോലെ താമരപ്പൂ വരയ്ക്കാൻ അറിയെങ്കിൽ അത്, അങ്ങനെയല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കൊണ്ടോ നിങ്ങൾ 8 ഇതളുള്ള ഒരു താമരപ്പൂ വരയ്ക്കുക. മഞ്ഞളും കുങ്കുമവും കൊണ്ട് അതിന് പുറത്ത് ഓരോ ചെറിയ പൊട്ടും വെച്ചിട്ട് അതിന് പുറത്തായിട്ട് നമ്മൾ ലക്ഷ്മി ദേവിയുടെയും നാരായണൻ്റെയും ഫോട്ടോ വെക്കുക. ഇനി ഫോട്ടോ ഇല്ലാത്തവർ 2 മൺദീപം, അതായത് നല്ല 2 മൺവിളക്ക് എടുക്കുക. ഇപ്പോൾ പുതിയ വർഷം തുടങ്ങിയത് കൊണ്ട് തന്നെ പുതിയ 2 മൺവിളക്ക്, അതായത് ഫോട്ടോ വിഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്, അത് മേടിച്ചിട്ട് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നെയ്യൊഴിച്ച് നമ്മൾ ദീപം കൊളുത്തുക. ഓരോ ദീപത്തിലും ഓരോ ഏലക്കായും ഓരോ ഗ്രാമ്പുവും ഇടണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി ഒരു ദീപത്തെയും വെങ്കടേശ്വര അഷ്ടോത്തരം ചൊല്ലി മറ്റൊരു ദീപത്തെയും അർച്ചന ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതിയാവും. തുളസിയില, റോസാപ്പൂക്കൾ, പിച്ചിപ്പൂവ്, ചെമ്പകപ്പൂവ്, താമരപ്പൂക്കൾ, അങ്ങനെ എന്തൊക്കെ പൂക്കൾ കിട്ടുമോ അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് അർച്ചന ചെയ്യാം. ശേഷം ധൂപദീപ ആരതി എടുത്ത് നിവേദ്യമായിട്ട് വെറ്റില, പാക്ക്, പഴം, പാല് കാച്ചിയത്, അതേപോലെ തന്നെ അവൽ, ഇത്രയും വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ല, അതായത് ഒരുപാട് പേരുടെ വീട്ടിൽ ഇപ്പോൾ പൂജകളും പ്രാർത്ഥനകളും ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തവരുണ്ടാവും. അങ്ങനെയല്ല, പൂജ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു റെമഡി എന്ന് പറയുന്നത് ഒരു ആലില സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ആലില സാധാരണയായി നമ്മൾ ശനിയാഴ്ചകളിലാണ് മരത്തിൽ നിന്ന് പറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് പൗർണമിയും കൂടി ആയതുകൊണ്ട് ആൽമരം എനർജൈസ്ഡ് ആയിരിക്കും. ഈ ദിവസം തീർച്ചയായും ലക്ഷ്മി, വിഷ്ണു, മഹേശ്വര സാന്നിധ്യം ആൽമരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ആൽമരത്തിൽ പോയി തൊട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ആലില ആൽമരത്തിൽ നിന്ന് പറിച്ചെടുക്കുക. നിലത്ത് കിടക്കുന്ന ആലില ഇതിനായിട്ട് എടുക്കരുത്. പറിച്ചെടുക്കുന്ന ആലില നല്ല വൃത്തിയുള്ളതായിരിക്കണം. കീറലുകളോ കുത്തലുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഗംഗാജലമോ റോസ് വാട്ടറോ ഇത് രണ്ടുമുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നുകൊണ്ട് ആ ആലില ശുദ്ധം ചെയ്യുക. ഇത് രണ്ടുമില്ലെങ്കിൽ ശുദ്ധമായ ജലം കൊണ്ട് ആലില ശുദ്ധം ചെയ്ത് നല്ലൊരു തുണി കൊണ്ട് തുടച്ച് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൂജയ്ക്ക് മുൻപായിട്ട് ഈ ആലില നമ്മൾ വൃത്തിയാക്കിയെടുത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി എടുക്കണം. അതിലൊരല്പം പച്ചക്കർപ്പൂരവും ജവ്വാതും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് റോസ് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്യുക. റോസ് വാട്ടർ ഇല്ലെങ്കിൽ ശുദ്ധമായ ജലം മതിയാവും. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മുടെ വലത്തെ കയ്യിലെ മോതിരവിരൽ കൊണ്ടോ അല്ലെങ്കിൽ ആലിലയുടെ തന്നെ ഒരു കമ്പ് കൊണ്ടോ തുളസിക്കമ്പ് കൊണ്ടോ കൂവളത്തിൻ്റെ കമ്പ് കൊണ്ടോ ശ്രീം എന്നുള്ള ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം നമ്മൾ ആ ആലിലയിൽ എഴുതുക. മഞ്ഞൾപ്പൊടി കൊണ്ടാണ് എഴുതുന്നത്. അപ്പം അത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മൾ ആ പൂജ ചെയ്യുന്നതിന് മുൻപായിട്ട് ലക്ഷ്മി ദേവിയുടെയും നാരായണൻ്റെയും മുൻപിലായിട്ട് വെക്കുക. 2 ദീപങ്ങളാണെങ്കിൽ ആ 2 ദീപത്തിൻ്റെ മുൻപിൽ വെച്ചാൽ മതിയാവും. ഇനി പൂജകളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നവർ നാളെ ഞായറാഴ്ച വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ 5 തിരിയിട്ട് നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ചെയ്തിട്ട് ആ നിലവിളക്കിന് അടുത്തായിട്ട് നമ്മൾ നിലവിളക്ക് വെക്കുന്ന ആ ഒരു പാത്രമുണ്ടല്ലോ അതിലോട്ട് നമ്മൾ ഈ ആലില വെച്ചിരിക്കുക. ഇനി ചിലർക്ക് സംശയം വരും, ചിലപ്പോൾ വീഡിയോ നിങ്ങൾ നാളെ ആയിരിക്കും കാണുന്നത്, അതായത് തിങ്കളാഴ്ച ആയിരിക്കും കാണുന്നതെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ചെയ്യാമോ എന്നുള്ളത്. ഏത് മാസത്തിൽ വരുന്ന പൂയം നക്ഷത്രത്തിൽ നമുക്കിത് ചെയ്യാം. പക്ഷേ ഈ ഒരു വ്യാഴം അതേപോലെ ഞായർ ഈ ദിവസങ്ങളിൽ വരുന്ന പൂയം നക്ഷത്രത്തിൽ നമ്മളിത് ചെയ്യുമ്പം ഹൈലി ആക്ടിവേറ്റ് ആകും, പവർ വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച, അതായത് നാളെ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ നമ്മൾ ശ്രീമെന്ന് എഴുതി വെച്ചു. ശേഷം നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം അതേപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്തതിന് ശേഷം നിങ്ങളൊരു 27 പ്രാവശ്യം ശ്രീം എന്നുള്ള മന്ത്രവും കൂടി ചൊല്ലിയിട്ട് ഒരു യെല്ലോ കളറിലെയോ റെഡ് കളറിലെയോ ക്ലോത്ത് എടുത്തിട്ട് ആ ക്ലോത്തിനുള്ളിൽ ഈ ഒരു ആലില വെച്ച് ഒരു കിഴിയായിട്ട് കെട്ടി നിങ്ങൾക്ക് പൈസ വെക്കുന്നിടത്ത് കൊണ്ടുവെക്കാം. അതങ്ങനെ വെക്കാൻ പറഞ്ഞതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി കഴിയുമ്പം മഞ്ഞൾ
ജസ്റ്റ് അതിൽ നിന്ന് പൊടിഞ്ഞു വരും. അപ്പോൾ അത് നമ്മൾ വെക്കുന്ന ആ ഒരു ക്യാഷ് ബോക്സിൽ ആ മഞ്ഞൾ വീഴേണ്ടത് അതാകുമ്പോൾ ആ തുണിക്കകത്ത് തന്നെ വീണോളും. എന്നിട്ട് അടുത്ത മാസം വീണ്ടും, അതായത് ഫെബ്രുവരി 1-ാം തീയതി തൈപ്പൂയത്തിൻ്റെ അന്ന് ഞായറാഴ്ചയാണ്. അന്നും രവി പുഷ്യ യോഗമുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾക്ക് ഈ ആലില ഇതിൽ നിന്ന് എടുത്തിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി കളയാം. ഇല്ലെങ്കിൽ തുളസിച്ചെടിയുടെ ചുവട്ടിൽ കളഞ്ഞിട്ട് തുണി കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ട് ഇതേ പ്രോസസ്സ് അന്ന് നമ്മൾക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ് ചെയ്യാതെ എല്ലാവരും ഈ ഒരു കാര്യം നാളെ ചെയ്യാൻ ശ്രമിക്കണം. ഇത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പരിഹാരമാണ്. ആലിലയിൽ ശ്രീമെന്നെഴുതി നമ്മൾ നമ്മുടെ ക്യാഷ് ബോക്സിൽ സൂക്ഷിച്ചാൽ ധനത്തെ ആ ക്യാഷ് ബോക്സ് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും പീരിയഡ്സ് ആണ്, പുലയാണ്, വാലായ്മയുണ്ട്, നോൺ വെജ് കഴിച്ചു പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റാരെ കൊണ്ടെങ്കിലും നമ്മുടെ മക്കളെ കൊണ്ടാണെങ്കിലും ഞങ്ങൾക്കിത് ചെയ്യിപ്പിക്കാനുള്ളതേ ഉള്ളൂ. പൂജകളൊന്നും അവരോട് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും വിളക്ക് കൊളുത്തി വെക്കുക. എന്നിട്ട് ആലിലയിൽ ശ്രീമെന്ന് എഴുതുക. പിന്നെ ശ്രീമെന്നുള്ള ലക്ഷ്മി ദേവിയുടെ മന്ത്രം അവരോട് ചൊല്ലാൻ പറയുക. ചൊല്ലാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ശ്രീം എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർ ചൊല്ലിയത് കേൾക്കാം. അതാണെങ്കിലും കേട്ടാൽ മതിയാകും. ഒപ്പം തന്നെ പൂയം നക്ഷത്ര ദിവസം ശ്രീ സൂക്തം കേൾക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ചൊല്ലണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. ശ്രീ സൂക്തം നമുക്ക് യൂട്യൂബിൽ കിട്ടും. നിങ്ങൾ ശ്രീ സൂക്തം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചൊല്ലിയത് വരും. അതിൽ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ഒരു വീഡിയോ തീർച്ചയായും പൂയം നക്ഷത്ര ദിവസം കേൾക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ പൂയം നക്ഷത്ര ദിവസം വീട്ടിലെ ചന്ദനം, ഒന്നെങ്കിൽ ഒറിജിനൽ ചന്ദനമാണ് ഇതിന് ഏറ്റവും നല്ലത്. ഒറിജിനൽ ചന്ദനം അരച്ച് അതിനോടൊപ്പം ഒരല്പം കുങ്കുമപ്പൂവും കൂടിയിട്ട് ആഡ് ചെയ്യണം. അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുങ്കുമപ്പൂ 1-2 സ്ട്രാൻസ് ആദ്യം തന്നെ എടുത്ത് ഒരല്പം വെള്ളം മതിയാവും. അപ്പോൾ നമ്മുടെ വലത്തേ കൈയിലെ ചൂണ്ടുവിരൽ വെള്ളത്തിൽ മുക്കിയാൽ നമ്മുടെ വലത്തേ കൈയിലെ ചൂണ്ടുവിരലിൽ എത്രമാത്രം വെള്ളം വരുമോ അത്രയും വെള്ളം മാത്രം മതിയാവും. അത് വെച്ച് കഴിയുമ്പം ആ കുങ്കുമപ്പൂ ഒന്ന് സോഫ്റ്റ് ആകും. എന്നിട്ട് നമ്മൾ അത് വെള്ളത്തിനെക്കാട്ടിലും ഏറ്റവും നല്ലത് റോസ് വാട്ടറാണ്. അപ്പം നമ്മൾ എന്നിട്ട് ആ അരയ്ക്കുന്ന ചന്ദനത്തോടൊപ്പം തന്നെ കുങ്കുമപ്പൂവും കൂടി വെച്ച് അരച്ചിട്ട് പൂയം നക്ഷത്ര ദിവസം നമ്മളിത് നെറ്റിയിൽ തൊടുന്നത് വളരെ നല്ലതാണ്. 2-3 ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് കാന്തിക ശക്തി, വശ്യശക്തി കൂടും. ഒരു ഐശ്വര്യം നമ്മുടെ മുഖത്തിനുണ്ടാകും. ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ നെറ്റിയിൽ നടുക്കായിട്ട് തൊടുമ്പം നമ്മുടെ ശരീരം മുഴുവൻ ആ ചന്ദനത്തിൻ്റെ തണുപ്പ് വ്യാപിക്കും. കുങ്കുമപ്പൂവിൻ്റെ കുങ്കുമപ്പൂവിലുള്ള ഒരു എനർജി ഉണ്ട്. അത് നമ്മുടെ ബോഡി മുഴുവൻ ആക്റ്റീവ് ആകും. അതുമാത്രവുമല്ല ശുക്ര ഗുരു കടാക്ഷം നമ്മളിൽ തേടി വരും. ഇത് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും പൂയം നക്ഷത്ര ദിവസം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. വളരെ വളരെ നല്ലതാണ്. ഇനി ഒറിജിനൽ ചന്ദനത്തടി നമുക്ക് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. അതില്ല, നിങ്ങളുടെ കയ്യിൽ ചന്ദനമേ ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്യാം. എന്നിട്ട് ഒറിജിനൽ ചന്ദനം വാങ്ങി ഇത് ചെയ്താൽ മതിയാവും. അത് വളരെ വളരെ നല്ലതാണ്. അതേപോലെ പൂയം നക്ഷത്ര ദിവസം ഞാൻ പറഞ്ഞല്ലോ, സ്വർണം വെള്ളിയൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എല്ലാവർക്കും അത് വാങ്ങിക്കാൻ സാധിച്ചില്ലെങ്കിലും മഞ്ഞൾ കഷ്ണം, ഇപ്പം നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി, അതേപോലെ മഞ്ഞൾ കഷ്ണം, മുല്ലപ്പൂവ്, ഇവയൊക്കെ പൂയം നക്ഷത്ര ദിവസം നമുക്ക് വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവരാം. ഒപ്പം തന്നെ താമരപ്പൂവ്, ഇപ്പം 8 താമരപ്പൂക്കൾ ഒന്നിച്ച് പൂയം നക്ഷത്ര ദിവസം വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന് മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി ഓരോ താമരപ്പൂക്കളായിട്ട് ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതൊരു പ്രത്യേക പൂജയാണ്. അത് ഞാൻ അടുത്ത മാസം വരുന്ന പൂയം നക്ഷത്ര ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരാം. അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യന്ത്രങ്ങൾ വരച്ചിട്ടുള്ള പൂജ. പ്രത്യേകിച്ച് പൂയം നക്ഷത്രത്തിൽ ഷഡ്കോണം വരച്ച് നമ്മൾ ചെയ്യുന്ന മുരുക പൂജ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം തരുന്നതാണ്. അതും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഒരുപാട് പേരത് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മാസത്തെ പൂയം നക്ഷത്ര ദിവസം ഷഡ്കോണം വരച്ച് മുരുകപൂജ ചെയ്ത് തുടങ്ങിയാൽ അടുത്ത മാസം ഫെബ്രുവരി 1-ാം തീയതി തൈപ്പൂയമാണ്. അന്നും നമ്മൾക്ക് ചെയ്യാം. എന്തെങ്കിലും ഒരു സങ്കല്പം മുരുക ഭഗവാനോട് ചെയ്തിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, യന്ത്രങ്ങൾ വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവരാൻ വളരെ നല്ല ദിവസമാണ് പൂയം നക്ഷത്രം. അതേപോലെ തന്നെ ശംഖ്, തുളസിച്ചെടി, ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന നല്ല ദിവസമാണ് പൂയം നക്ഷത്ര ദിവസം. നമ്മൾ ചെയ്യുന്ന രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ
രേവതി നക്ഷത്രത്തിൽ ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൂയം നക്ഷത്ര ദിവസവും ആ ഒരു ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. അതേപോലെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പൂയം നക്ഷത്ര ദിവസം വീട്ടിലോട്ട് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും ഫോട്ടോസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടും അതീവ ശുഭപ്രദമായിട്ടുള്ള ദിവസമാണ്. അതുമാത്രവുമല്ല, ഈ ദിവസം തീർച്ചയായും നിങ്ങൾ വീടിനടുത്തുള്ള വിഷ്ണു കൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഒപ്പം തന്നെ പ്രാവുകൾക്കും കാക്കകൾക്കും പച്ചരി ദാനം ചെയ്യുന്നത്, അന്നദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഈ ഒരു പൂയം നക്ഷത്ര ദിവസം നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ കിളികൾക്ക് പച്ചരി തന്നെ കൊടുക്കണം. മനുഷ്യരായിട്ടുള്ളവർക്ക് എന്തെങ്കിലും നമ്മൾ ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മഞ്ഞ കളറിലെ ആയാൽ അത് അതീവ ശുഭപ്രദമാണ്. ക്ഷേത്രങ്ങളിലോട്ട് പഴം വാങ്ങിച്ചു കൊടുക്കുന്നത്, അതായത് നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പഴങ്ങൾ, അത് മഞ്ഞ കളറിലെ പഴങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മളിൽ ഗുരു യോഗത്തെ ആക്റ്റീവ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇതൊക്കെ ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പോലും പുതിയ വർഷം തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞത്. ഇതെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ആ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ എല്ലാ മാസവും നമ്മൾ പൂയം നക്ഷത്രം വരുമ്പം ഇതുപോലെ പൂജ ചെയ്താൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് 100% ഷുവറായിട്ടും നമുക്ക് ലഭിച്ചിരിക്കും. വിശ്വാസപൂർവ്വം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും നല്ല ഫലം ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.